ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് പേടിയൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഇത് എല്ലാവരോടും പോയി പറഞ്ഞേക്കാം എന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കരുത്, ഇങ്ങനെ ഇച്ചിരി പേടിയോട് പറയൂ കേട്ടോ അനാമിക. അന്നേരം നയന പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് പേടിയുണ്ട് എങ്കിൽ നീ ഒരു കാര്യം കേട്ടോ, ഇനി മേല ചന്തുമോളെ അടിക്കാനോ അവളെ ശിക്ഷിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ എല്ലാവരോടും വിളിച്ച് പറയുമെന്ന് നയന ഇങ്ങനെ പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജാനകി ചോദിക്കും, എന്ത് വിളിച്ച് പറയുന്ന മോളെ ഇവൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഇവൾ ചന്തുമോളെ അടിച്ചു, അങ്ങനെ മോളെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പറയുകയായിരുന്നു എന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ചന്തുമോളെ ഇങ്ങനെ അടിച്ചത്? അങ്ങനെയാണെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്തു കാണും, ആ പെൺകൊച്ച് അതുകൊണ്ട് തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ആ പെണ്ണ് ഇവിടെ വന്ന് എൻ്റെ റൂമിൽ വന്ന് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ആ പെൺകൊച്ച് ഇങ്ങനെ ഇവരുടെ റൂമിലോട്ടൊക്കെ കയറേണ്ട കാര്യമുണ്ട്, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ, ചുമ്മാ വലിഞ്ഞു കയറി വന്നിട്ട് എല്ലാ മുറികളും ഓടി നടക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടിയോട് പോലും കാരുണ്യവും സ്നേഹവും ഇല്ലാതെ ഈ പറയുന്ന ഇളയമ്മയെ ഒരു അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ആ, നീ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരുപാട് കാരുണ്യവും സ്നേഹമൊക്കെ ഞാൻ നിന്നോട് കാണിച്ചതാണ്, എന്നിട്ട് എനിക്കൊരു നല്ല മരുമകളെ കിട്ടുമെന്നൊരവസരം വന്നപ്പോൾ നീയൊക്കെ പുറകിൽ നിന്ന് ചരട് വലിച്ച് നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി അന്ന് തൊട്ട് നീയൊക്കെ എൻ്റെ ശത്രുവാണ് എന്ന് ജാനകി പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ ഇവിടുത്തെ മരുമകളാക്കണമെങ്കിൽ ഇപ്പോഴും ഒരു നിമിഷം കൊണ്ട് എനിക്കത് സാധിക്കും, പക്ഷേ അതുകൊണ്ട് ആ കാര്യം ഒന്നും ഇളയമ്മ ഇങ്ങോട്ട് പറയണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് നയന. അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകിക്ക്. അതുകൊണ്ട് തന്നെ ജാനകി അനാമികയോട് പറയുന്നുണ്ട്, ഇനിയും ആ പെൺകൊച്ച് ഈ റൂമിൽ എങ്ങാനും കയറി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മോൾ എന്തെങ്കിലും ചെയ്യുക, അതിന് ഫുൾ സപ്പോർട്ട് എൻ്റെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കട്ടക്കലിപ്പിൽ നിൽക്കുക കേട്ടോ അനാമിക. അവിടുന്ന് പോരുന്ന നയന നേരെ ചെല്ലുന്നത് ചന്തുമോളുടെ അടുത്തേക്കാണ്. ചന്തുമോക്കാക്ക് വിഷമമാണ് കേട്ടോ, അവൾ കരയുകയാണ്. അന്നേരം ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരും. അന്നേരം മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, മോളെന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന്. അന്നേരം നയന പറയും, ഇവിടെ ഒരു തമ്പുരാട്ടിയുണ്ടല്ലോ, അവളുടെ റൂമിലേക്ക് മോളെന്ന് കയറി അവളുടെ പൊട്ടോ മറ്റോ എടുത്തു എന്ന് പറഞ്ഞ് അവൾ മോളെ തല്ലി എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവിടെയുള്ള ചിലർക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ട്, ഈ വീട്ടിലോട്ട് കയറി വന്ന മരുമക്കൾ ആരും ഈ വീട് വിട്ട് പുറത്തു പോയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പലതും ക്ഷമിക്കുന്നത്, അനി പറയുന്നത് കുറേയൊക്കെ ശരിയാണ് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. അന്നേരം അത് നേരാണ് എന്ന് നയന ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതൊന്ന് ചോദിക്കണമല്ലോ, അല്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കും മോളെ, ഇനിയും പലരും ഉപദ്രവിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ജനറേഷൻ മൊത്തം ഇങ്ങനെയാണ്, സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാണ്, അവർക്ക് മറ്റുള്ളവരുടെ സ്നേഹമോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്, അത് ഈ കുടുംബത്തിൽ നടക്കുകയില്ല, ഏതായാലും ഇത് ചോദിക്കണമെന്ന് പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, മുത്തശ്ശ വഴക്കൊന്നും വേണ്ട എന്ന്. അന്നേരം അതല്ല, ഇത് ചോദിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അനാമികയുടെ അടുത്തേക്ക് പോവാട്ടോ. അന്നേരം നയന ചന്തുമോളോട് പറയുന്നുണ്ട്, മോളെ വിഷമിക്കണ്ട കേട്ടോ, ഇപ്പോൾ തന്നെ മുത്തശ്ശൻ പോയി നല്ല വഴക്ക് പറയും, അപ്പോൾ മോൾ നമുക്ക് സന്തോഷമാകില്ലേ എന്നൊക്കെ ചോദിച്ച് മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ജാനകിയും ജലജയും അനാമികയും ഒക്കെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ആ പെൺകൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ എന്തെങ്കിലും കാര്യമുണ്ടോ, വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങോട്ട് വരികയാണ്. അന്നേരം ജാനകി പറയും, അവൾ അന്ന് താഴെ പോയി പറഞ്ഞു എന്നാ തോന്നുന്നത്, അച്ഛൻ്റെ വരവ് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയും. ഏതായാലും മുത്തശ്ശൻ വന്നതിന് ശേഷം പറയുകയാണ്, ചന്തുമോളെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്, അതുകൊണ്ട് ചന്തുമോളും ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ കഴിയും, ആ മോളെ ഉപദ്രവിക്കാനോ ശാസിക്കാനോ ആരും നിൽക്കണ്ട എന്നിങ്ങനെ പറയും. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടമാണച്ചാ, ആ പെൺകൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ, അതിനാരും ഇല്ലെങ്കിൽ അതിനെ വല്ല അനാഥാലയത്തിൽ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ വീട്ടിലെ എല്ലാ മുറികളും പണിതത് ഞാനാണ്, അതിൽ ഓരോ മുറികളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തമാണ് എന്ന് കരുതി അതിൻ്റെ അകത്ത് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഉപദ്രവിക്കാനുള്ള അവകാശമൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറയും. അപ്പോഴേക്ക് അനാമിക പറയുകയാണ്, മുത്തശ്ശ,
എൻ്റെ മുറിയിൽ ആരും വന്ന് കയറുന്നത് എനിക്കിഷ്ടമല്ല എന്ന്. അന്നേരം അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ടായിരുന്നു. അനി ചോദിക്കും, നീ ആരുടെ മുമ്പിൽ നിന്നാടി ഇങ്ങനെ തലയെടുപ്പോടു കൂടി സംസാരിക്കുന്നത്? ആ, മുത്തശ്ശൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നോണം. അതിൽ കൂടുതൽ സംസാരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറയും. അന്നേരം അനാമിക പറയും, അങ്ങനെ അടിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ, അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം, പിന്നെ ഞാനിവിടെ കാണുകയല്ല എന്ന് പറയും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എന്തിനാച്ചാ ആ പെൺകൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? ആരോരും ഇല്ലാത്തവരെ ഇങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു വരേണ്ടത് എന്ന് ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിനക്കില്ല. ഒരിക്കൽ ആരോരും ഇല്ലാത്ത തെരുവിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞങ്ങളാണ്. എന്നിട്ട് ചന്തുമോൾക്കുണ്ടായതുപോലുള്ള എന്തെങ്കിലും അനുഭവം നിനക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് നീ സംസാരിക്കരുതെന്ന് പറയുകയാണ്. പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ ജലജയ്ക്ക്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കൈത്താങ്ങ് നിനക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നീ എവിടെ എത്തുമായിരുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നീ രാജകീയ പ്രൗഢിയിലാണ് ഇവിടെ ജീവിക്കുന്നത്, നീയും നിന്റെ മകനും. അത് നീ മറക്കരുത് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ഉപദേശങ്ങളൊന്നും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്ക്. അതുകൊണ്ട് അനാമിക പറയുകയാണ്, ആ പെൺകൊച്ചിനെ ഇവിടെ തന്നെ താമസിക്കണം എന്ന് എന്താ നിർബന്ധം? അതിനെ വല്ല അനാഥാലയത്തിലാക്കിക്കൂടെ എന്ന്. ഇത് കേൾക്കുന്ന അനിക്ക് ദേഷ്യം വരും. അന്നേരം അനി പറയുന്നുണ്ട്, ആ മോളെയല്ല, നിന്നെയാണ് അനാഥാലയത്തിലേക്ക് ആക്കേണ്ടത്. നിന്നെയാണ് ശരിക്കും കൊണ്ടാക്കേണ്ടത് ഒരു മെൻ്റൽ അസൈലത്തിലേക്ക്. നിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാനും അങ്ങനെ ആകും എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അന്നേരം അതിനിടയ്ക്ക് ജാനകി കയറി ഇടപെടുന്നു. ജാനകി അനിയെ വഴക്ക് പറയുന്നു. അന്നേരം ജലജയും പറയുന്നു, ആ പെൺകൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടല്ലേ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശന് ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ നിർത്താൻ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ചന്തമോളുടെ പേരിൽ ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാം എന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ കലഹം ഉണ്ടാക്കുന്നവർക്ക് പല ഉദ്ദേശങ്ങൾ കാണും. കാരണം ഈ കുടുംബത്തെ വെട്ടിമുറിച്ച് അവരവരുടെ ഷെയർ മേടിച്ച് പോവുക എന്നത് ഒക്കെ ആയിരിക്കും നിങ്ങളുടെയൊക്കെ ഉദ്ദേശം. ഒരു സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനുവേണ്ടി മുതിർന്നതാണ്. അന്ന് തടഞ്ഞത് ആദർശാണ് എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അന്ന് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായിരുന്നു, വേണ്ട എന്ന് വെച്ചത്. ശരിക്കും അന്ന് ഷെയർ കൊടുത്ത് വിടേണ്ടതായിരുന്നു എന്ന് പറയുക കേട്ടോ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനി നടക്കുകയില്ല. കാരണം ഈ കുടുംബത്തിൽ നിന്റെ മകൻ ഒഴുകി ബാക്കി എല്ലാ ആണുങ്ങളും ഒറ്റക്കെട്ടാണ്. അതുപോലെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം കാലം ഈ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കി ഈ കുടുംബത്തെ വെട്ടിമുറുക്കുക എന്ന് ആരും വിചാരിക്കേണ്ട. അത് ഈ വീട്ടിൽ നടക്കത്തുമില്ല എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് അനാമികയോടായിട്ട് പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ചന്തുമോൾ നിൻ്റെ റൂമിലേക്ക് വരികയില്ല, ഞങ്ങൾ അവളെ ഉപദേശിച്ചോളാം. ഏതായാലും നയനമോള് ചന്തുമോൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ചന്തുമോൾ നിൻ്റെ റൂമിൽ കയറി ഞങ്ങളങ്ങ് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് ഇങ്ങനെ താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന എനിക്ക് ദേഷ്യം വരും കേട്ടോ. അനി ചോദിക്കുകയാണ് അനാമികയോട്, നീ എൻ്റെ മുത്തശ്ശനെ കൊണ്ട് മാപ്പ് ചോദിച്ചല്ലേടി, അപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുകയാണ്, ഒരു മുത്തശ്ശൻ, അതെ ഈ രാജഭരണമൊക്കെ പണ്ട്, ഇപ്പോൾ നടക്കത്തില്ല. ഈ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ രാജഭരണം എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങളുടെ മുത്തശ്ശൻ രാജഭരണം നടത്തുന്നുണ്ടെങ്കിലേ, ഒരു രാജാവായിട്ടിരിക്കുന്നുണ്ടെങ്കിലേ അത് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ്. ഇതുപോലെ മുത്തശ്ശനെ നിങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ അസൂയപ്പെടുന്നു എന്ന് പല കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അതുപോലുള്ള ഞങ്ങളുടെ മുത്തശ്ശനെ വേദനിപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിനക്കുണ്ടെങ്കിൽ നീ ആയിരിക്കും ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം ജാനകി, നീ എന്താണ് നിൻ്റെ മുത്തശ്ശൻ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ആ മുത്തശ്ശനെ വാക്ക് കേട്ടാണ് ഞാൻ വളർന്നത്, അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചെന്നൊക്കെ ഇരിക്കും, ചിലപ്പോൾ പെരുമാറിയെന്നും ഇരിക്കുമേ എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവാണ്. അന്നേരം ദേഷ്യം വന്ന് നിൽക്കുവാട്ടോ മൂന്നാളും. വേറെ പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, എന്തൊരു നശിച്ച വീടാണിത്. അവൻ പറഞ്ഞ നേരെ കുറച്ച് കാലം കൂടി ഇവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താവും എന്ന് പറയുമ്പോൾ വിഷമിക്കുകയാണ് ജാനകി. പിന്നെ കാണിക്കുന്നത് നവ്യനെയാണ്. നവ്യ അബിയെ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ എടുത്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു പരിഭവമൊക്കെ ആയിട്ടിരിക്കുകയാണ് അബി. അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം നവ്യ ചോദിക്കും, നീ എന്താടാ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നത്, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഞാൻ എവിടെയാണെന്ന് ചോദിക്കും. അന്നേരം കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സർപ്രൈസ് അങ്ങ് പൊളിക്കൂലേ എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു കവർ കൊടുക്കുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ ഒരു സാരി. അന്നേരം ഇത് സാരിയാണല്ലോ, നീ ഇപ്പോൾ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ എനിക്ക് സാരിയൊക്കെ മേടിച്ച് തരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അബി ചോദിക്കും, അതിന് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് നിർത്തിയേക്കാം എന്ന് പറയുമ്പോൾ, അയ്യോ നിർത്തുമൊന്നും വേണ്ടടാ, നിൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചേരുന്ന സാരി എടുത്ത് തരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറയുമ്പോൾ അതിങ്ങനെ നോക്കുകയാണ്. അന്നേരം അബി മനസ്സിലോർക്കും, ഞാനങ്ങ് സ്നേഹിച്ച് മറയ്ക്കുമെന്ന് അവളുടെ വിചാരം. എന്തെങ്കിലും ആട്ടെ എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഇനി നമ്മൾ എന്നാണ് ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ
എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അബി പറയുവാണ്, മോനെയും കൊണ്ട് നീ വീട്ടിലോട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിനും നിനക്കിഷ്ടമുള്ള എല്ലാ സ്ഥലത്തും പോകാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ നവി അബി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം അബിയുടെ മനസ്സിൽ ഈ ചതി മാത്രമേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് അനഘയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെന്നതാ. അവിടെ അനഘയെ നോക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട്. അവർ പതിയെ ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുമ്പോൾ പതിയെ അങ്ങ് വെള്ളം പോലെയൊക്കെ ഇങ്ങനെ ഇറക്കി വിടും. അത്രയും മാത്രമേ അനഘയ്ക്ക് പറ്റുള്ളൂ. അന്നേരം അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ആ സ്ത്രീയോട് ആദർശ്. അന്നേരം ഒരു മാറ്റവും ഇല്ല സാറേ, ആ കിടപ്പ് തന്നെ കിടക്കുകയാണ് എന്നിങ്ങനെ പറയും. അന്നേരം എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകും, പക്ഷെ തിരിച്ചു പറയാൻ മേലെന്നേ ഉള്ളൂ എന്ന് അന്നേരം ആദർശ് അനഘയോടായിട്ട് പറയുകയാണ്. അനഘയുടെ കൊച്ചിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് അനഘയ്ക്ക് അറിയാം. അനഘ എൻ്റെ അച്ഛൻ മുത്തശ്ശനോട് വിളിച്ച് പറഞ്ഞത് മുത്തശ്ശൻ്റെ കൊച്ചുമാനാണ് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ എന്നാണ്. ആരാണെന്ന് എനിക്ക് അറിയില്ല, അതിൻ്റെ പേരിൽ ഇപ്പം ഞാനാണ് അനുഭവിക്കുന്നത്. എൻ്റെ തലയിലാണ് ആ ഒരു കാര്യം വന്ന് വീണേക്കുന്നത്. ഞാനല്ല കുട്ടിയുടെ അച്ഛൻ എന്ന് അനഘയ്ക്ക് അറിയാം. പക്ഷേ അതൊന്ന് തുറന്ന് പറയാനോ എഴുതി കാണിക്കാനോ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായി പോയി അനഘ. അതുകൊണ്ട് തന്നെ ആ കാര്യം എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം നിരപരാധിയായ എൻ്റെ തലയിൽ അങ്ങനെ ഒരു പഴി കിടക്കുന്നത് ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഇടയ്ക്ക് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അനഘയുടെ കണ്ണ് നിറഞ്ഞൊഴുകുക കേട്ടോ. അന്നേരം ആ സ്ത്രീ പറയും, ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകും. അന്നേരം ഞാൻ ചോദിക്കും, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, മോളുടെ കാര്യം ഓർത്തിട്ടാണ് എന്നൊക്കെ ചോദിക്കും എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, മോളുടെ കാര്യം ഓർത്തിനി അനഘ വിഷമിക്കേണ്ട കാര്യമില്ല, അവളെ ഏറ്റെടുത്തത് മുത്തശ്ശനാണ്. അതുകൊണ്ട് തന്നെ അനഘയുടെ കൂടെ അവൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ 10 മടങ്ങ് മെച്ചമായി തന്നെ അവൾ അനന്തപുരിയിൽ ജീവിക്കുകയുള്ളൂ. അവളെ നല്ല രീതിയിൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മാത്രമേ ആ കുട്ടിയെ ഇച്ചിരി അകൽച്ച കാണിക്കുന്നുള്ളൂ. കാരണം ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ അച്ഛനാണ് എന്ന് അവളുടെ കാര്യം എല്ലാവരും അങ്ങ് ഉറപ്പിക്കും. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ പഴിയേക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് മോളോട് ഞാനിപ്പോൾ ചെറിയൊരു അകൽച്ചയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഇറങ്ങിപ്പോരുമ്പോഴേക്കും നമ്മുടെ അബി അങ്ങോട്ട് വരുക. അന്നേരം അബി ഓർക്ക്, ഈശ്വര, ആദർശേട്ടനാണല്ലോ, എന്ത് കഷ്ടകാലത്തിന് ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പേടിച്ചൊരു ടെൻഷനോടെ ഞാൻ കയറി വരൂട്ടോ. അന്നേരം ആദർശ് അടുത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നീ എന്താടാ ഇവിടെ എന്ന്. അന്നേരം അബി പറയുക, ഇതേ ചോദ്യം എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ, കാരണം ചന്തുമോളുടെ അച്ഛനല്ലേ ആദർശേട്ടൻ. അപ്പോൾ ആദർശേട്ടൻ ചന്തുമോളുടെ അമ്മയെ കാണാൻ വരുമ്പോൾ അതെന്തിനാണ് എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ചന്തുമോളുടെ അച്ഛൻ ഞാനല്ല, ഞാനും ആ ചതി ചെയ്തത് ആരാണ് എന്നൊക്കെ പയ്യെ തെളിയിച്ചോളാം, ഇവൾ പുറത്ത് വന്നോളൂ എന്നിങ്ങനെ പറയുക. അന്നേരം അബി പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് ആദർശേട്ടൻ ചോദിച്ചല്ലോ, ഞാൻ വന്നത് അനഘയെ കാണാൻ തന്നെയാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയണ്ടേ. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ, അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ചിലപ്പോൾ അനന്തപുരിയിൽ കയറി താമസിക്കും ചന്തുമോളുടെ കൂടെ. അന്നേരം അവളെ ഇറക്കി വിടാൻ ആദർശിന് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ അവൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ സത്യമെല്ലാം വിളിച്ച് പറയുമല്ലോ എന്നറിഞ്ഞാലോ ചന്തുമോളുടെ അച്ഛൻ ആരാണ് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മുഖം അങ്ങ് മങ്ങും അബിയുടെ. എന്നിട്ടൊരു ചിരി. അന്നേരം ആദർശ്, എന്താണ് നീ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അബി പറയുവാണ്, അല്ല ആദർശേട്ടൻ ഈ കോൺഫിഡൻസ് കണ്ട് എനിക്ക് ചിരി വന്നതാണ്. ഇപ്പോൾ എനിക്ക് സംശയമുണ്ട് അനഘ ഈ അവസ്ഥയിലാകാൻ കാരണം ആദർശേട്ടൻ ആണോ എന്ന്. കാരണം അവൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് എല്ലാവരും അറിയിക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് കാശ് കൊടുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചത് ആദർശേട്ടനാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ആദർശ് അബിയുടെ കോളറിന് കയറി പിടിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നെറുകെട്ട നാവാണ് എന്ന് എനിക്കറിയാം, അത് വെച്ച് വീണ്ടും ചില ഇതുപോലുള്ള തുഷിച്ച വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് നിൻ്റെ നെഞ്ചും കൂടി ഞാൻ കലക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.